വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ രാവിലെ എല്ലാ പച്ചക്കറികളെയും കൂടി ഇട്ട് എന്താ ചെയ്യുന്നത്, അവിയൽ. അപ്പോൾ ഞങ്ങൾ മെഡിക്കൽ ഷോപ്പിലായതുകൊണ്ട് അവിയൽ ഗുളിക ചോദിക്കാൻ വരുന്ന പലരും പറയുന്ന അവിയലുണ്ടോ, അവിയൽ. ആ അവിയലല്ല ഈ അവിയൽ, ഇത് പച്ചക്കറി കൊണ്ടുള്ള അവിയലാണ്. അപ്പോൾ ഞാൻ തേങ്ങ അരയ്ക്കുമ്പോഴേ അവിയലിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടി ഇടും കേട്ടോ. അപ്പോൾ നല്ല കാണാനും നല്ല കളറുണ്ടാവും, നല്ല മണവും ഉണ്ടാവും. പിന്നെ ഞാൻ അപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് പാല് പിള്ളേർക്ക് ചൂടാക്കി വെച്ചിട്ടുണ്ട്. കുഞ്ഞുങ്ങൾ എഴുന്നേറ്റിട്ടില്ല കേട്ടോ. അപ്പത്തിന് ഇതാ മാവ് അരച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ കണ്ടില്ലേ, നല്ലതായിട്ട്. അപ്പത്തിന് ഇടുമ്പോൾ നമ്മൾ പച്ചരി മാത്രം ഇട്ടിട്ട് ഒരു 2 ടീസ്പൂൺ ഉഴുന്നും കൂടി ഇട്ട് അരയ്ക്കുമ്പോൾ കുറച്ച് ചോറും ഒക്കെ ഇട്ട് അരച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് വരും. എൻ്റെ എപ്പോഴും ശരിയാവാറൊന്നുമില്ല, എപ്പോഴെങ്കിലുമൊക്കെ ശരിയാവാറുള്ളൂ. പിന്നെ അപ്പത്തിലേക്ക് ആവശ്യമുള്ള ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കും, എന്നാലാണ് അതിൻ്റെ ടേസ്റ്റ് വരിക. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുക പറയണേ. അപ്പത്തിൽ പഞ്ചസാര ഇടുമോ, അപ്പം മാവിൽ പഞ്ചസാര ഇടുമോ, എങ്ങനെയാണെന്നുള്ളത് പറയണേ. അപ്പം ചിലപ്പോഴൊക്കെ എനിക്ക് അപ്പം നന്നായിട്ട് വരാറുള്ളൂ, അത് വളരെ ചുരുക്കം ദിവസങ്ങളിൽ മാത്രമേ ഉള്ളൂ. പിന്നെ അതാ നമ്മുടെ അവിയൽ കുറച്ച് വറ്റി വന്നിട്ടുണ്ട്. വെളിച്ചെണ്ണ എൻ്റെ അമ്പോ എന്താ വില, 500 ആ വെളിച്ചെണ്ണയ്ക്ക് വിൽക്കുന്ന വിലയായതുകൊണ്ട് അവിയലിൻ്റെ മുകളിലൊന്നും അത്രയൊന്നും ഒഴിക്കേണ്ട, ഒന്ന് കുറച്ചൊഴിച്ചാൽ മതി. പിന്നെ അപ്പത്തിൻ്റെ ഇന്ന് കടലക്കറി കേട്ടോ, അതവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് ഇങ്ങനെ ആവി കയറി വന്നത്. പിന്നെ എപ്പോഴും നോർമലായിട്ടുള്ള ഒരപ്പം അവിടെ ചുട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ലത് കണ്ട കുഴിയായിട്ട് വന്നിങ്ങനെ പൊങ്ങി വരുന്ന അപ്പം എപ്പോഴും എടുക്കുമ്പോൾ എനിക്ക് എൻ്റെ അപ്പച്ചനെ ഓർമ്മ വരുന്നത്. പണ്ട് ഞങ്ങൾ അപ്പച്ചൻ്റെ വീട്ടിൽ പോകുമ്പോൾ അപ്പച്ചൻ തൊട്ടടുത്തിരിക്കുന്ന ചായക്കടയിൽ നിന്ന് ഇതുപോലെ അപ്പവും പഞ്ചസാരയും അല്ലെങ്കിൽ അപ്പവും കടലക്കറിയൊക്കെ മേടിച്ചു വരും. അത് ഭയങ്കര ടേസ്റ്റായിരുന്നു. പിന്നെ ഞാനൊന്ന് അപ്പം മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇങ്ങനെ മാറി മാറി പൂ പോലെയും നോർമലായിട്ടും ഒക്കെ ചുടാമെന്ന് വിചാരിച്ചു. കടലക്കറി ഇതാ നല്ല ഇവിടെ തിളച്ചിട്ടുണ്ട്, താളിപ്പെല്ലാം കഴിഞ്ഞ്. പിന്നെ കുറച്ച് തുണി ഉണ്ടായിരുന്നു, അത് മെഷീനിലൊക്കെ അലക്കിയിട്ടു. നോക്കിയപ്പോൾ നല്ല മഴയുണ്ട് കേട്ടോ പുറത്ത്. പിള്ളേരാരും എഴുന്നേറ്റിട്ടില്ല. അപ്പോൾ ഞാൻ വീണ്ടും അപ്പത്തിൻ്റെ പരീക്ഷണത്തിലാണ്. ഇതുണ്ടോ, ഒട്ടിയൊന്നും പിടിക്കില്ല. ചില സമയം നമ്മളുണ്ട് അപ്പം ഉണ്ടാക്കുമ്പോൾ ഒട്ടി പിടിക്കും, എടുക്കാൻ പറ്റില്ല, ഒന്നോടൊന്നും. ഇതങ്ങനെയൊന്നുമില്ല, നല്ല പഞ്ഞി പോലെ എന്താ പറയുക, സോഫ്റ്റായിട്ട് ഒട്ടിയൊന്നും പിടിക്കാത്ത നല്ല തളർന്ന് കിടക്കുന്ന ഹോട്ടലിലൊക്കെ കിട്ടുന്ന പോലെ ഒരപ്പം എപ്പോഴേലും ഒക്കെ ഇത് സാധിക്കുള്ളൂ, എപ്പോഴും നമുക്ക് സാധിക്കില്ല. പിന്നെ അതാ ഞാൻ പൂവപ്പം പല രീതിയിൽ ഞാൻ ഉണ്ടാക്കി പരീക്ഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് രാവിലത്തെ അടുക്കള പരീക്ഷണം. നമ്മൾ പാചകത്തോടൊപ്പം തന്നെ കുറച്ച് നമ്മൾ എന്താ പറയുക, ക്രിയേറ്റീവ് ആകണം, എന്നാലേ അല്ലെങ്കിൽ നമുക്ക് മടുത്തു പോകും പാചകം. അപ്പം ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കട്ടെ എന്ന്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കെട്ടിയവനെ വിളിച്ച് ഒന്ന് പിടിച്ച് തരാമോ എന്ന് ചോദിച്ചു. കാരണം അപ്പം കറക്കുന്നതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്ന് മൊബൈൽ പിടിച്ചു തന്നു കേട്ടോ. ഇത്ര നേരം എൻ്റെ കൈ തന്നെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ മൊബൈൽ പിടിക്കാൻ ഒരാളെയും പിടിച്ചു. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇതൊക്കെ ഞങ്ങൾക്ക് അറിയത്തില്ലേ, നിങ്ങൾക്കറിയാം, എന്നാലും ഞാൻ പറയാം. അപ്പോൾ പിന്നെ അതാ കടലക്കറിയും അപ്പോൾ ഒഴിച്ച് ചായയൊക്കെ ഇട്ട് സാൻഡ്ര എഴുന്നേറ്റിട്ടുണ്ട്. അപ്പോൾ കഴിക്കാൻ കൊടുക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ എടുക്കുന്നത് അറിയാതെ അവളെ ഒന്ന് കാണിച്ചേക്കാം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ് ചെയ്യാത്തവരൊന്ന് സബും കൂടെ ചെയ്തേക്കണേ. ബൈ.